കാളയും കൂട്ടുകാരും. ഒരു പച്ച നിറമുള്ള പുള്ളിപ്പാതയിലൂടെ കിളികളും കുട്ടികളും ഒക്കെയുള്ള കാട്ടിനോടടുത്ത് ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ കാള എന്ന പെൺപശു ജീവിച്ചിരുന്നു. കാളയ്ക്ക് ചെറുതായി ഒതുങ്ങിയ ചെവികളും തിളങ്ങുന്ന കണ്ണുകളുമാണുള്ളത്. അവളെ എല്ലാവരും സ്നേഹിച്ചിരുന്നു. അവളും എല്ലാവരോടും സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത്. പക്ഷേ കാളയ്ക്ക് ഒരുപാട് അലസതയും ഉണ്ടായിരുന്നു. എന്ത് കാര്യം വന്നാലും അവൾ പറഞ്ഞിരുന്നത് പിന്നെ നോക്കാം, ഇനി ഒന്ന് ഉറങ്ങട്ടെ എന്നാണ്. ഒരു രാവിൽ കാളയുടെ ഗ്രാമത്തിലേക്ക് പുതിയ ചില മൃഗങ്ങൾ താമസിക്കാനെത്തി. അവരാണ് മുരളിക്കുരുവി, മഞ്ഞളിപ്പാമ്പ്, കുഞ്ഞിയാന, കുരങ്ങനും. കുരുവിയാകട്ടെ സംഗീതം ഇഷ്ടമുള്ളവനായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആ കാട്ടിലെ പാട്ടുകാരനായി മാറി. മഞ്ഞളിപ്പാമ്പ് കിടിലൻ തമാശകളോടെ എല്ലാവരെയും ചിരിപ്പിച്ചിരുന്നു. കുഞ്ഞിയാന നീതി നിറഞ്ഞ വലിയ ആനയാണ്. കുരങ്ങനാകട്ടെ ചാടിപ്പായലും കളികളും ഒത്ത് രസിക്കുന്നവൻ. അവർ കൂട്ടായി കാളയെ വിളിച്ചു. കാളെ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. നമ്മളൊക്കെ ചേർന്ന് പൂക്കളെ കൊണ്ട് ഉത്സവമൊരുക്കാം. പക്ഷെ കാള പിന്നെയും അതേ മറുപടി പറഞ്ഞു. പിന്നെയാകാം, ഞാൻ കുറച്ച് വിശ്രമിക്കട്ടെ. പുതിയ കൂട്ടുകാർ നിർഭാഗ്യവശാൽ നിരാശപ്പെട്ടു. കാളയുടെ അഭാവത്തിൽ അവരുടെ കളിയിലും പാട്ടിലും ആസ്വാദനം കുറയുകയാണെന്ന് അവർക്ക് മനസ്സിലായി. കാളയില്ലെങ്കിൽ നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നില്ലെന്ന് കുഞ്ഞിയാന പറഞ്ഞു. അപ്പോൾ മുരളിക്കുരുവിക്ക് ഒരു ആശയമുണ്ടായി. നമുക്ക് കാളക്കായി ഒരു സമ്മാനമൊരുക്കാം. അതോടെ അവൾ തിരിച്ചു വരും, ഒപ്പം കളിക്കും, ചിരിക്കും. അവർ ആലോചിച്ചു, എന്ത് സമ്മാനമാണ് കാളക്ക് കൊടുക്കാൻ കഴിയുക? എങ്ങനെയാണ് അവളുടെ മനസ്സ് നിറയ്ക്കാൻ സാധിക്കുക? അപ്പോൾ കുരങ്ങൻ ചാടി പൂവുകൾ ശേഖരിച്ചു. മഞ്ഞളിപ്പാമ്പ് അത് ചേർത്ത് വെച്ചു. കുഞ്ഞിയാന അതിലൊരു മനോഹരമായ പുഷ്പമാല ഉണ്ടാക്കി. മുരളി പാട്ടുപാടി. കാള പുഷ്പമാലയും പാട്ടും കണ്ടപ്പോൾ അതീവ സന്തോഷവതിയായി. കണ്ണിൽ കണ്ണീരും മുഖത്ത് പുഞ്ചിരിയും വിരഞ്ഞു. നിങ്ങൾ എന്നെ മറന്നില്ലെന്ന് കാണുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷവതിയായിരിക്കുന്നു. ഇനി ഞാൻ ഒരിക്കലും കൂട്ടത്തിൽ നിന്ന് വിട്ടു നിൽക്കില്ല എന്ന് കാള പറഞ്ഞു. എല്ലാവരും ചേർന്ന് കാളയെ ചുറ്റി ചിരിച്ചു. മാല കഴുത്തിലിട്ട് നൃത്തം ചെയ്തു. പിന്നീട് അവർ അത് ആഘോഷിച്ചു. കുരുവിയാണെങ്കിൽ പാട്ടുപാടി. അത് കേട്ട് കുരങ്ങൻ ചാടി രസിച്ചു. ആനയാകട്ടെ വെള്ളം ചിതറിച്ചുകൊണ്ട് അവൻ്റെ സന്തോഷം എല്ലാവരെയും അറിയിച്ചു. പാമ്പ് പഴയ കഥകൾ പറഞ്ഞു. കാള പാടിയും ചിരിച്ചും കൈകോർത്തു. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഗ്രാമത്തിലെ കുട്ടികൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി കൂട്ടുകാർ എല്ലാവരും ചേർന്ന് പാട്ടുപാടി. കൂട്ടുകാരെ, കൂട്ടായ്മയും പെരുമയും ജീവിതത്തിൽ വലിയ വിലയുള്ളതാണ്. കാളയെപ്പോലെ നമ്മളും മനസ്സിലാക്കണം. അതുമാത്രമല്ല, സ്നേഹവും സഹായവും കിട്ടുമ്പോൾ ജീവിതം കൂടുതൽ സുന്ദരമാകുന്നു.